അപ്പോൾ സാൻസവേരിയ അല്ലെങ്കിൽ എന്താ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമുക്ക് കാട് പോലെ ആക്കാൻ പറ്റും കേട്ടോ. അതായത് ഇതിൻ്റെ തണ്ടിങ്ങനെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ എയറിലുള്ള എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള ചില വാതകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോർമലൈഡ്, ബെൻസീൻ, അങ്ങനെയുള്ള വാതകങ്ങളൊക്കെ ഇത് നമ്മുടെ എയറിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നമ്മുടെ എയറിനെ നല്ലപോലെ പ്യൂരിഫൈ ചെയ്യുന്ന എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ്. അതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റാണ് ഈ പ്ലാന്റിന് വേണ്ടത്. ഇത് കറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ? വേറൊന്നും ഞാൻ കാണിച്ചു തരാം. ഇനി ശരിക്കും ഇത് വെയിലത്ത് നിൽക്കുന്നത്. ഇത് എന്താ പറയുക, ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആയതുകൊണ്ട് ഈ തുടക്കക്കാർക്കൊക്കെ വളർത്താൻ നല്ല രസമുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ വെള്ളമൊക്കെ പറയാമല്ലോ, വളരെ ഒരു മാസത്തിലൊന്നൊക്കെ വെള്ളം മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, വെയിലത്ത് നിൽക്കുന്നുണ്ട്. വെയിലത്ത് നിന്നപ്പോൾ പക്ഷെ അത് കേടാകുന്നൊന്നുമില്ല, പക്ഷെ അത്ര ഒരു ഭംഗിയില്ല ഇതിന്. ആ കളർ, ഇലയുടെ ശരിയായ കളർ നമുക്ക് കിട്ടുന്നില്ല. ഇത് ഹൈബ്രിഡാണ് കേട്ടോ. ഇത് വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നതെങ്കിലും നല്ല ഒരു ഭംഗിയുള്ള പ്ലാന്റാണ്. അതുപോലെ ഇതും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളിത് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതും ഒരു ഹൈബ്രിഡ് പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗിയാകുന്നുണ്ട് ഇത് കാണാൻ. ഇത് നാടനാണെങ്കിലും ഇതിൻ്റെ ലീവ്സ് കുറച്ച് നാരയാണ്, അധികം വീതിയില്ല ഇലയ്ക്ക്. അതൊരു നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. ബെഡ്റൂമിലൊക്കെ ഏറ്റവും നല്ലതാണ്. നല്ലതുപോലെ ഓക്സിജൻ, രാത്രിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. ഇത് സിലിണ്ടർ ആകൃതിയിലുള്ളത്. ഇതിന് കൂടുതൽ വെറൈറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിപ്പോൾ ഇത്രയും വെറൈറ്റീസൊക്കെ ഉള്ളൂ. ഇത് നല്ല ഭംഗിയാണ്. അത് പിന്നിയൊക്കെ നമുക്ക് നിർത്താൻ പറ്റും പല ഷേപ്പിലൊക്കെ. ഒരെണ്ണം ഞാൻ പിന്നി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ നോക്കാം. ഇത് കണ്ടോ, ഇത് ഹൈബ്രിഡ് തന്നെയാണ്. ഇത് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇതിനകത്ത് തിങ്ങിയിട്ട് എന്താ പറയുക, വെള്ളമൊന്നും കിട്ടാതെ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പോട്ടിൽ നിന്ന് എടുത്തിട്ട്, ഞാനൊരു ഡബിൾ പോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വെള്ളം നമുക്ക് വളരെ ഒരു മാസത്തിലൊന്നോ 2 മാസത്തിലൊക്കെ ഇതിന് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി എന്ന്. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഇതിന് മുകളിൽ മേൽമണ്ണൊക്കെ ഉണങ്ങിയാണ് ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒരു കുറവും കൂടെ ചിലപ്പം തോന്നുന്നുണ്ട്. ഇത് നമുക്കിനി എന്താ വെച്ചാൽ ഈ പ്ലാന്റൊക്കെ ഒന്ന് പല തൈകളൊന്ന് വേർപെടുത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി, മണ്ണ് മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ തന്നെ ചെയ്ത പോട്ടി മിക്സാണ്, കറക്റ്റ് പോട്ടി മിക്സിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഡെഡായിട്ട് ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് വേർപെടുത്തിയെടുത്തിട്ട് ഇത് ശരിക്കും പറഞ്ഞത് ഈ ലീഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചൊക്കെ നിർത്തണം കേട്ടോ. അതിൽ ഒരല്പം വിനാഗിരി ഒരു 1 ലിറ്റർ വെള്ളത്തിലൊഴിച്ചിട്ട് അതും കൊണ്ട് ഒരു സോഫ്റ്റായ തുണി എടുത്തിട്ട് തുടയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട്, അതുപോലെ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കണം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൈകളെല്ലാം വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുണ്ട് കുറേ ഉണങ്ങിയ ഇലകളൊക്കെ. അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടി ഒന്ന് കഴുകുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ പോട്ടുകൾ, ചെറിയ പോട്ടുകളിൽ ഞാനിപ്പോൾ നടാൻ പോകുന്ന ആദ്യം എടുത്ത പോട്ടിൽ വയ്ക്കുന്നുണ്ട്. 2-3 തൈകൾ ഒരുമിച്ച് വയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കൊച്ചു പോട്ടുകളിലാണ് വയ്ക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേക്ക് പ്ലാന്റുകളൊക്കെ പൂക്കാറുണ്ടോ? നമ്മളൊന്ന് കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്താൽ ഇതിൽ നല്ല ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ കളറോട് കൂടിയ ഒരു വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പൂങ്കുല ഉണ്ടാവാറുണ്ട്. അത് കുറേ നാൾ നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ എൻ്റെ പടം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പൂവുണ്ടായി നിൽക്കുന്ന പടം. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതാണ് ഞാൻ പറഞ്ഞ പൂങ്കുല കണ്ടില്ലേ,
ഇനി നമുക്കിതിനകത്ത് എന്താ പറയുക, ആ മുറിഞ്ഞ പാടുകളിലൊക്കെ ഏതെങ്കിലും ഫംഗിസൈഡ് പുരട്ടി കൊടുക്കണം. സാഫോ എന്തെങ്കിലും പുരട്ടിയാൽ മതി. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തിട്ട് വേണം ഇനി പോട്ടിലേക്ക് നടാനായിട്ട്. പിന്നെ പോട്ടി മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പോട്ടി മിക്സ് നമുക്കറിയാമല്ലോ, നല്ലപോലെ നീർവാർച്ച ഉണ്ടാവണം. അപ്പോൾ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ സാഫ് അല്പം ഒരു വെള്ളത്തിലൊന്ന് പതുക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ മുറിപാടിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായാലോ, അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇത് ഹൈബ്രിഡും കൂടെ അല്ലേ. അപ്പോൾ നമുക്കിനി പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. നമുക്ക് പോട്ടി മിക്സ് ഏതാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോട്ടി മിക്സ് ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് എന്തൊക്കെ കലർന്നതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇത് നമ്മുടെ എന്താ പറയുക, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ വളമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതുപോലെ നമ്മുടെ എന്താ പറയുക, ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് വളരെ കുറച്ച് എടുക്കാവുള്ളൂ, കാരണം ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇത് ചകിരിനെ കട്ട് ചെയ്തെടുക്കില്ലേ, ഹസ്ക് എന്ന് പറയില്ലേ, അത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മണലുണ്ടെങ്കിൽ കുറച്ച് മണലൂടെ ചേർത്താലും നല്ലതാണ്. അത് ഞാൻ ആക്കി വെച്ചിരുന്നതാണ്. വീണ്ടും ഇത് നമുക്ക് തികയില്ല, കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലും കമ്പോസ്റ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട്, ഇത് മണ്ണ് കുറച്ച് മണലോട് കൂടിയ മണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അറിയാമല്ലോ, പോട്ടിൽ നല്ലപോലെ ഹോള് സെറ്റ് ചെയ്ത പോട്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ചെറിയ പോട്ടിലാണ് നടുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് വലുതാകുമ്പോൾ വീണ്ടും നമുക്ക് പോട്ട് മാറ്റി കൊടുക്കേണ്ട വരും. ഇതിൽ തൈകൾ അത്ര വേഗം തൈകൾ വരില്ല. സാൻസവേരിയ പൊതുവേ ഇതിൻ്റെ വളർച്ച കുറച്ച് സ്ലോ ആണല്ലോ. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് നനച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മേൽമണ്ണ് ഉണങ്ങുമ്പോൾ മാത്രമേ നനയ്ക്കാവുള്ളൂ. പ്രത്യേകം നമ്മൾ ഒരു വലിയ കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.